BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സ്വകാര്യ ബസ് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സർക്കാർ നടപടികൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ബസ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ഡ്രൈവറും കണ്ടക്ടറും സഹായം ഉൾപ്പെടെ 3 പേരാണ് ഒരു സ്വകാര്യ ബസ്സിൽ ജോലി ചെയ്യുന്നത്. ഇന്ധനവില വർദ്ധിക്കുകയും യാത്രക്കാരുടെ എണ്ണം കുറയുകയും ചെയ്തതോടെ ജീവനക്കാർക്ക് നൽകാനുള്ള വേതനം കഴിഞ്ഞാൽ ബാക്കി ഒന്നും ബസ് ഉടമകൾക്ക് കിട്ടാത്ത അവസ്ഥയാണ് പല ജില്ലകളിലും ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതോടെ പലരും ഈ മേഖല വിട്ടുപോവുകയും ചിലർ ആലോചനയിലുമാണ്. സർവീസുകൾ നഷ്ടമായതോടെ പലരും ട്രിപ്പുകൾ വെട്ടിക്കുറച്ചിട്ടുമുണ്ട്. ഒരു ബസ്സിന് ശരാശരി 60 ലിറ്റർ ഡീസലെങ്കിലും ഒരു ദിവസം വേണ്ടിവരും. ഇതിന് 6000-ഓളം രൂപയും ചെലവ് വരും. ബസ്സിലെ 3 ജീവനക്കാരുടെ ശമ്പളം കൂടി വീതിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടമയ്ക്ക് ഒന്നുമില്ല എന്നാണ് ബസ് ജീവനക്കാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ചിലപ്പോൾ ഉടമ കയ്യിൽ നിന്ന് പണം ജീവനക്കാർക്ക് നൽകേണ്ട അവസ്ഥയും വരാറുണ്ട്. പ്രിയദർശിനി പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് വരെ 6000 മുതൽ 8000 രൂപ വരെ കളക്ഷൻ ലഭിച്ച സർവീസുകൾ ഇപ്പോൾ 4500 വരെയായി കുറഞ്ഞതായാണ് വിവരം. ടൗൺ സർവീസുകൾ ഉൾപ്പെടെ കൂടുതലും യാത്ര ചെയ്തിരുന്നത് സ്ത്രീകളായിരുന്നു. എന്നാൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിലുള്ള കുറവാണ് സ്വകാര്യ ബസ്സുകളെ പാലിച്ചത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നതായി മോട്ടോർ വാഹന വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ശ്രദ്ധേയമാണ്. അതേസമയം KSRTCയിൽ സ്ത്രീകൾക്കായി നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനാണ് സർക്കാർ തീരുമാനം. പദ്ധതി നടപ്പിലാക്കിയതിലൂടെ സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും സമിതി വിശദമായി പഠിക്കുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിന് ഈ മാസം 13-ന് സ്വകാര്യ ബസ് ഉടമകളുമായി സർക്കാർ ചർച്ച നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയതോടെ വരുമാന നഷ്ടം ഉണ്ടാകുന്നു എന്ന് ആരോപിച്ച് സ്വകാര്യ ബസ് ഉടമകൾ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പണിമുടക്കും മാർച്ചും നടത്തിയിരുന്നു. പ്രിയദർശിനി പദ്ധതി വന്നതോടെ വരുമാനം കുറഞ്ഞെന്നാണ് ബസ് ഉടമകളുടെ പരാതി. ഇന്ധനവിലയിലെ വർധന വന്നതോടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും ഉടമകൾ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ് ഉടമകളുമായി സർക്കാർ പ്രത്യേക ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ അനുകൂലമായ പ്രശ്നപരിഹാരം സ്വകാര്യ ബസ് ഉടമകൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.